വികസനത്തിന്റെ പേരിൽ ആരംഭിച്ച ഒല്ലൂർ ടൗൺ റോഡ് നവീകരണ പ്രവർത്തികൾ മാസങ്ങൾ പിന്നിട്ടിട്ടും എങ്ങുമെത്തിയില്ല. ദുരിതം പേറി യാത്രക്കാരും നാട്ടുകാരും. ഇവിടെ നല്ല റോഡായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോൾ ഇവിടെ എല്ലാ സ്ലാബുകളും JCB ഒന്ന് കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയിട്ട് നോക്കണം. ഇപ്പം എൻ്റെ അമ്മ എന്നെ മരിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ആദ്യം ഞാൻ തപ്പിയത് സ്ലാബാണ്. വീട്ടിലെ ബന്ധുക്കളെ അറിയിക്കലല്ല ചെയ്ത്. ചീരാച്ചിയിൽ നിന്ന് ഒല്ലൂർ പള്ളി ചുറ്റിയുള്ള ടൗൺ റോഡിന്റെ അവസ്ഥയാണിത്. പള്ളിക്ക് സമീപം നിർമ്മിച്ച കൾവർട്ടിൽ വാഹനങ്ങൾ കയറിയിറങ്ങാൻ പാടുപെടുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. അത് പണിതിട്ട് ഏകദേശം 7 കൊല്ലം ആയിട്ടില്ല. ആ കലിങ്ങനെ പൊളിച്ചിട്ടാണ് വലിയ ആഴത്തിൽ ഇപ്പോൾ കലിങ്ക് പുതിയ പണിത്. അത് ഈ വരുന്ന വെള്ളത്തിന് ആകെ 50 മീറ്റർ ഇപ്പുറത്തുള്ള വെള്ളം വരാനുള്ളൂ. അന്നേരം അത് കോടിക്കണക്കിന് ചെലവ് ചെയ്ത ആ സാധനം പണിത്. ആ കലുങ്ക് നിർമ്മിച്ചിട്ടുള്ളതിൽ തന്നെ അപാകതകളുണ്ട്. ടാറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 2 മാസത്തോളം ആയി ഇപ്പോൾ അത് വൈകിട്ട് അങ്ങനെ എടുക്കും. 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾ, അതുമാതിരി ട്യൂഷന് പോകുന്ന കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ വീഴാണ്. അങ്ങിങ്ങായി പൊളിച്ച കാനകൾ പലരുടെയും വഴിയടച്ചു. വാഹനങ്ങൾ ഗേറ്റ് കടക്കാതെയായി. കടന്നവയാകട്ടെ മാസങ്ങളായി പുറത്തും. നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം കാനകൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ടാങ്കുകളായി മാറി. ശക്തമായ മഴയിൽ ഇതിലെ മലിനജലം സമീപ വീടുകളിലേക്കായി ഇരച്ചു കയറുന്ന സ്ഥിതിയും. ഓരോരുത്തർ വീടുകളിലെ വെള്ളം കെട്ടി നിൽക്കണ്. പഴയ വീടുകളുണ്ട് അതിനകത്ത്. ഇവിടെ ഒരു ഡിപ്പുണ്ട്. ആ ഡിപ്പിൽ നിന്നുള്ള വെള്ളം ഏത് വഴിക്ക് പോവാന്നുള്ളത് അവരോട് ചോദിച്ചപ്പോൾ ഇതിലേയും പോവും അതിലേയും പോവും. ഈ റോഡ് BMBS ടാറാണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. 8 ഇഞ്ച് ഹൈറ്റ് വരും. ഈ 8 ഇഞ്ച് ഹൈറ്റ് വന്നാൽ ഈ വീടുകളിലേക്ക് ഒക്കെ വെള്ളം കയറും. പകർച്ചവ്യാധി ഭീഷണി വേറെ. പ്രവർത്തികൾ നിയന്ത്രിക്കാനോ നിരീക്ഷിക്കാനോ പോലും ആളില്ലെന്നും ആക്ഷേപം. മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കൊരു കുളം പോലെയാണ്. പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇവര് അത് ഇപ്പൊ ചെയ്യുമെന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും കണ്ടില്ല. മാർച്ചോടെ പൂർത്തീകരണം എന്നതായിരുന്നു MLA ഉൾപ്പെടെയുള്ളവരുടെ പ്രഖ്യാപനം. എല്ലാം പക്ഷേ ജലരേഖയായി. MLA ഫണ്ട് ഉപയോഗിച്ച് ഒക്ടോബറിൽ നിർമ്മാണ ഉദ്ഘാടനം കഴിച്ച് മാർച്ച് 31-നുള്ളിൽ പണി കഴിച്ച് തരും എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ പണി പൂർത്തിയാക്കിയിട്ടില്ല. 8 മാസ കാലയളവാണ് കരാറ് കൊടുത്തിരുന്നത്. ഏകദേശം മെയ്യോടുകൂടി കരാറ് കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വഴി എന്ന് പറയുന്നത് വളരെയേറെ സ്ഥലങ്ങളിലേക്ക് കിടക്കുന്ന ഒരു ഷോർട്ട് കട്ട് കൂടിയാണ്. അത് കാരണം അത്രയധികം വാഹനങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ട്. 2 കൾവർട്ടുകളും വളരെ അപകടകരം. പാലക്കൽ റോഡ് പണി കാരണം ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കൂടി ഇതുവഴി വന്നതോടെ തിരക്കേറി. പരിഹാരം പ്രവൃത്തി പൂർത്തീകരണം മാത്രമാണ്. അതുവരെ ഒരു തെരഞ്ഞെടുപ്പ് കാല പ്രവൃത്തിയെ ശപിച്ച് നട്ടം തിരിയുകയാണ് ജനം. ഒരു കുഴപ്പവുമില്ലായിരുന്ന ഒരു റോഡ് കുത്തിപ്പൊളിച്ച് നാട്ടുകാർക്ക് എപ്രകാരം ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒല്ലൂർ ടൗൺ റോഡ്. ഇനിയെങ്കിലും അതിന് പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ആഷിഖ് വെല്ലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.